ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആനേടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ അതിപുരാതനമായ വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ഈ ആനേടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിനുള്ളത്. അതിൽ നരസിംഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അപൂർവങ്ങളുമാണ്. ഉഗ്രമൂർത്തിയായ നരഹരിയുടെ അനുഗ്രഹം തേടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ഭക്തജനങ്ങൾ എന്നും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ തിരുവുത്സവം 2026 ജനുവരി 11 ഞായറാഴ്ച 7:30 മണിയോടുകൂടി നടക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കൊടിമരമൊക്കെ നല്ല രീതിയിൽ പുഷ്പങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം ഭഗവാന്റെ മുന്നിൽ ഒരുപാട് പേര് പറ ഒക്കെ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ ആൽത്തറ മേളം, ഗംഭീര ആൽത്തറ മേളം 5:30 തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിരവധി ഭക്തജനങ്ങളായിരുന്നു ഈ ആൽത്തറമേളം ആസ്വദിക്കുവാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് വെളിയിൽ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നത്. ഇനി കൊടിയേറ്റിൻ്റെ സമയമാണ്. അപ്പോൾ അതിനുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. കൊടിക്കീഴിൽ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം കൊടി കയറുവാനുള്ള സമയമാണിതിപ്പം. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിന് അകത്തും തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഭഗവാന്റെ തൃക്കൊടി കയറുകയാണ് കേട്ടോ. ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തൃക്കൊടിയേറ്റോടുകൂടി ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഗംഭീര വെടിക്കെട്ട് കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ പല വീഡിയോയിലും അയ്യപ്പൻ്റെ നിർബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ നിന്നും അവസാനം അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോകേണ്ടി വന്നു. ഈ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് അവസാനം ചെന്ന് നിന്നത് ഐസ്ക്രീം വണ്ടിയുടെ മുമ്പിലാണ് കേട്ടോ. ഐസ്ക്രീം മേടിക്കാതെ 2 എണ്ണവും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് 2 പേരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ഐസ്ക്രീം ഒന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ അവിടുന്ന് ചൂട് കപ്പലിൻ്റെയാണ് മേടിച്ച് കഴിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ ആ ക്ഷേത്ര പരിസരത്തും ഒക്കെ നിന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ശലഭ സന്തോഷം എന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ.